Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. വഴിക്കടവ് വെള്ളക്കെട്ടയിൽ തോട്ടിൽ മീൻ പിടിക്കുന്നതിനിടയിൽ ഷോക്കേറ്റു മരിച്ച അനന്തുവിന്റെ കുടുംബത്തിന് 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. മലയോര കർഷകരെ കൊലയ്ക്ക് കൊടുക്കാതിരിക്കണമെന്നാവശ്യപ്പെട്ട് നിലമ്പൂരിലെ വനംവകുപ്പ് ആസ്ഥാനത്തിന് മുന്നിൽ എൻഡിഎ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ സുരേന്ദ്രൻ. കാട്ടുപന്നിയെ വെടിവെച്ചു കൊല്ലാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിയെ കാണുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇത്രയും വിഡ്ഢിത്തം പറയുന്ന മുഖ്യമന്ത്രി വേറെ കാണില്ല. നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നിയെ കൊല്ലാൻ വേണ്ട ഒരു ലൈസൻസും പ്രധാനമന്ത്രി നൽകേണ്ടതില്ല. അത്തരം അധികാരങ്ങളൊക്കെ സംസ്ഥാന സർക്കാരിന് വളരെ നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. അത് കേരള സർക്കാർ ഉപയോഗിക്കാത്തതിന് കേന്ദ്രത്തെ പറഞ്ഞിട്ട് എന്തു കാര്യം? ആനയ്ക്ക് എത്ര കാലുണ്ട് എന്ന് പോലും അറിയാത്ത ഒരു വനം മന്ത്രിയെയാണ് പിണറായി വിജയൻ വെച്ചിരിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി പരിഹസിച്ചു. വന്യജീവികളെ കൊല്ലാനുള്ള ലൈസൻസ് ലഭിക്കാൻ കേന്ദ്ര സർക്കാരിനെ സമീപിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തെറ്റാണ്. വന്യജീവികളെ തുരത്താനും കൊല്ലാനുമുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്ന് പാർലമെന്റിൽ തന്നെ കേന്ദ്ര വനമന്ത്രി പലവട്ടം വ്യക്തമാക്കിയിട്ടുണ്ട്. അത് നിയമം തന്നെ ആക്കിയിട്ടുമുണ്ട്. പിന്നെ എന്ത് ലൈസൻസാണ് കേരളത്തിന് ലഭിക്കാനുള്ളത്? സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ പിണറായി സർക്കാർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തുന്ന ശ്രമമാണിത്. മലയോര ജനതയ്ക്ക് ആശ്വാസമായി 2023 കേന്ദ്ര സർക്കാർ വനഭേദഗതി നിയമം കൊണ്ടുവന്നു. എന്നാൽ അത് ഇവിടുത്തെ ഒരു മാധ്യമങ്ങളും രാഷ്ട്രീയ കക്ഷികളും ചർച്ച ചെയ്തില്ല. ആ നിയമ ഭേദഗതി മലയോര ജനതയുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതായിരുന്നു. ഭൂമി വാങ്ങിയവരുടെ പട്ടയം സ്ഥിരപ്പെടുത്തൽ, ചെറിയ കെട്ടിടങ്ങളും കടമുറികളും വെച്ചവരുടെ റവന്യൂപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കൽ എന്നിവയ്ക്കും ഇതിലൂടെ പരിഹാരം കാണുകയായിരുന്നു കേന്ദ്ര സർക്കാർ ചെയ്തത്. നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് തടയാൻ മറ്റു സംസ്ഥാനങ്ങൾ തയ്യാറാകുമ്പോൾ ഇവയൊന്നും നടപ്പാക്കാൻ കേരള സർക്കാർ മാത്രം തയ്യാറായില്ല. നിലമ്പൂരിലെ മലയോര ജനത നേരിടുന്ന വന്യജീവി ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ എൻഡിഎ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ വിജയിപ്പിക്കേണ്ടത് മലയോര ജനതയുടെ ആവശ്യമാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. നിലമ്പൂരിനെ മാത്രം സ്വാധീനിക്കുന്ന ഒരു രാഷ്ട്രീയ വിഷയമല്ല ഇത്. മുഴുവൻ കേരളത്തെയും ജനങ്ങളെ സാരമായി സ്വാധീനിക്കുന്ന ഒരു പ്രശ്നമാണ്. ഈ പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണക്കാർ ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വാദവിവാദങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട്. കോൺഗ്രസുകാർ പറയുന്നു കേരള സർക്കാർ അവരുടെ നയങ്ങൾ കാരണമാണ് ഇത്തരത്തിലുള്ള ദുരിതം ജനങ്ങൾക്കുണ്ടാവുന്നത്. CPM-മാർ പറയുന്നതെല്ലാം മോദിയാണ് കാരണം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഒരു വലിയ പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി, ഞാൻ പ്രധാനമന്ത്രിയെ കാണാൻ പോവുകയാണ്, പന്നിയെ വെടിവെച്ചു കൊല്ലാനുള്ള ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പ്രധാനമന്ത്രിയെ കാണാൻ പോവാണ്. ഇത്രയും മണ്ടത്തരം പറയുന്ന ഒരു മുഖ്യമന്ത്രി പന്നിയെ വെടിവെച്ചു കൊല്ലാനുള്ള ഏത് ലൈസൻസാണ് പ്രധാനമന്ത്രി നിങ്ങൾക്ക് തരേണ്ടത്? ഒരു ലൈസൻസും പ്രധാനമന്ത്രി തരേണ്ട, കേന്ദ്ര സർക്കാർ തരേണ്ട ആവശ്യമില്ല. അപകടകാരികളായ പന്നികളെയും വന്യമൃഗങ്ങളെയും വെടിവെച്ചു കൊല്ലാനുള്ള സമ്പൂർണമായിട്ടുള്ള അധികാരം ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസർമാർക്കുണ്ട്. അത് പാർലമെന്റിൽ വനം വകുപ്പ് മന്ത്രി നേരിട്ട് രേഖാമൂലം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. 2023 നവംബറിലെ വനനിയമ ഭേദഗതിയിൽ വളരെ ആധികാരികമായി കേന്ദ്ര സർക്കാർ പാർലമെന്റിലൂടെ അത് നിയമമാക്കിയിട്ടുള്ളതാണ്. എൻഡിഎ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ്, ബിജെപി സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, അഡ്വക്കേറ്റ് എസ് സുരേഷ്, അനൂപ് ആന്റണി, മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രശ്മിൽ നാഥ്, BDJS ജില്ലാ പ്രസിഡന്റ് ഗിരീഷ് മേക്കാട്, ബിജു സാമുവൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.